കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിശ്വ ശർമ്മ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ഗൗരവ് ഗൊഗോയുടെ ഭാര്യയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2013 ഗൗരവ് ഗൊഗോയുടെ വിവാഹം നടക്കുന്നത്. ഗൗരവ് ഗൊഗോയുടെ വിവാഹത്തിന് ശേഷം ഏകദേശം 12 വർഷത്തേക്ക് ബ്രിട്ടീഷ് പൗരത്വം ഗൗരവ് ഗൊഗോയുടെ ഭാര്യ നിലനിർത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയുടെ പേര് പരാമർശിക്കാതെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എക്സ് പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം ഇത് കുറിച്ചത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എലിസബത്ത് കോൾബേണിക്കെതിരായ ISI ബന്ധ ആരോപണങ്ങളും അദ്ദേഹം പരാമർശിച്ചു. അതായത് പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISIയുമായി ഈ കോൺഗ്രസ് MPയുടെ ഭാര്യയ്ക്ക് ബന്ധമുണ്ട്, അതിന് തെളിവുകളുണ്ട് എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത്. അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്: ISI ബന്ധങ്ങൾ, യുവാക്കളെ ബ്രെയിൻ വാഷിങ്ങിനും തീവ്രവാദത്തിനും വേണ്ടി പാകിസ്ഥാൻ എംബസിയിലേക്ക് കൊണ്ടുപോകൽ, കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ വിസമ്മതിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഉത്തരം നൽകേണ്ടതുണ്ട്. കൂടാതെ ദേശീയ സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുന്നതിനായി ഒരു പരിവർത്തന കാർട്ടലിൽ പങ്കെടുക്കുന്നതും ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതും അവഗണിക്കാൻ കഴിയാത്ത ഗുരുതരമായിട്ടുള്ള ഈ MPയുടെ ഭാഗത്ത് നിന്നുള്ള ആശങ്കകളാണ് എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഉത്തരവാദിത്തം ആവശ്യമായി വരും. ഉത്തരവാദിത്തം വഴിതിരിച്ചു വിടുകയോ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് എളുപ്പമുള്ള രക്ഷപ്പെടൽ മാർഗമായിരിക്കില്ല. രാഷ്ട്രം സുതാര്യവും സത്യവും അർഹിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. എന്തായാലും ഹിമന്ത് ബിശ്വ ശർമ്മ ഇതിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഗൗരവ് ഗൊഗോയുടെ ഭാര്യയെ കുറിച്ച് തന്നെയാണ് എന്ന് സുവ്യക്തമാണ്. ഗൗരവ് ഗൊഗോയുടെ ഭാര്യ എലിസബത്ത് കോൾബേണിയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് വ്യക്തമാണ്. 2013 ഗൊഗോയുമായുള്ള വിവാഹത്തിന് ശേഷം അവർ ബ്രിട്ടീഷ് പാസ്പോർട്ട് നിലനിർത്തിയിട്ടുണ്ട്. പോരാത്തതിന് മസ്തിഷ്ക പ്രക്ഷാളനത്തിനും തീവ്രവാദത്തിനും വേണ്ടി യുവാക്കളെ പാകിസ്ഥാൻ എംബസിയിലേക്ക് നയിക്കുന്നതായി അസം മുഖ്യമന്ത്രിയുടെ ട്വീറ്റിൽ പറയുന്ന ആ ഒരു വിഷയം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ദേശീയ സുരക്ഷയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് ഈ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കോൺഗ്രസ് MPയെ എന്തായാലും പൂട്ടിയേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നത്. ഒരു നിയമസഭാംഗത്തിന്റെ ഭാര്യയ്ക്ക് ഇത്രയും കാലം വിദേശ പൗരം നിലനിർത്താൻ കൊടുത്തത് എന്തുകൊണ്ടാണെന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ചോദിച്ചത്. അനുവാദം കൊടുത്തത് ഉദ്യോഗസ്ഥർക്ക് വ്യത്യസ്തമായ നിയമം നിലവിലുണ്ട്. വിദേശ പൗരനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ISF ഉദ്യോഗസ്ഥർ മുൻകൂർ അനുമതി വാങ്ങണമെന്നും വിദേശകാര്യ പങ്കാളി 6 മാസത്തിനുള്ളിൽ ഇന്ത്യൻ പൗരത്വം നേടണം എന്നും അദ്ദേഹത്തിന് അറിയില്ലേ എന്നും ചോദിക്കുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മോദി സർക്കാർ തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ജോർജ് സോറോസ് വിഷയങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് ഈ ഗൗരവ് ഗൊഗോയ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP ആരോപിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തന്നെ ജോർജ് സോറോസുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പുറത്തേക്കുള്ള വിഷയങ്ങൾ വരികയാണ്. മണിപ്പൂരിലെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ BJP ജോർജ് സോറോസിനും അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ഇടപെടുന്ന വിഷയം ഉന്നയിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകനായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് പറയുന്നു. എന്തായാലും ഗൗരവ് ഗൊഗോയുടെ ഈ വിഷയം വലിയ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ആളിക്കത്തുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.